ആവശ്യമില്ല, സർക്കാർ നോക്കിക്കോളും. നിങ്ങളുടെ കേസൊക്കെ സർക്കാർ നോക്കിക്കോളും ഇല്ലേ? കാരണം ഇടിച്ചെറിപ്പിച്ച് നമുക്ക് പോവാം. പിന്നെ ഇൻഷുറൻസ് ഉള്ള വണ്ടിക്കും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സർക്കാരിന്. അല്ലാതെ വേറെ വണ്ടി ആയിരുന്നെങ്കിലേ അവൻ ജന്മം പാഴ്. വണ്ടി ഗ്യാസ് കട അവനെ ഞങ്ങളുടെ കുടുംബവും ബന്ധുക്കളൊന്നും ഇല്ല. സ്റ്റീറിംഗ് കിട്ടാൻ മൂച്ചിനെ പൊട്ടിപ്പോടാ, ബാക്കിൽ നിന്നിട്ട് മണ്ടലെ KSRTC ബസ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ ഗ്യാസ് വണ്ടി നമ്മൾ വിചാരിച്ചത് റോങ് സൈഡ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് റോങ് സൈഡ് അല്ല. ഈ വണ്ടി റൈറ്റ് സൈഡ് കയറാനായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വന്ന വണ്ടിയാണ്. അതായത് അവിടെ താഴെ ഒരു റോഡുണ്ട് കേട്ടോ, ആ താഴത്തെ റോഡിലോട്ട് പോകാവുന്ന വണ്ടിയാണ് ഈ വണ്ടി. ഫ്രണ്ടിൽ ഗ്യാസ് വണ്ടി ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ ഇട്ട് വന്ന വണ്ടിയാണ്. അതാ ഇവിടെ പോകാനായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ അവരവിടെ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് വന്ന വണ്ടിയുടെ പുറകിൽ കൊണ്ട് KSRTC ബസ് ഇടിച്ചതാണ് കേട്ടോ. ഈ റോഡിലോട്ട് പോകാനായിട്ട് വന്ന വണ്ടിയാണ്, ഗ്യാസ് കൊണ്ടുവന്ന വണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വണ്ടി റോങ് സൈഡ് കിടക്കുന്ന കാര്യം ചോദിച്ചപ്പോഴാണ് കണ്ടുവന്ന കാണികളാണ് പറഞ്ഞത്. അതായത് രണ്ട് വണ്ടി ഇതാ സ്ട്രെയിറ്റ് വരികയായിരുന്നു. ഈ ഗ്യാസ് കൊണ്ടുവന്ന വണ്ടി റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു. അപ്പോൾ KSRTC ബസ്സിന് ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടിയില്ല. അത് കാരണമാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്. അതിനുശേഷം ഇവിടെ കിടന്ന ഈ ലെഫ്റ്റ് സൈഡ് കിടന്ന വണ്ടീനെ ഒതുക്കിയാണ് ഈ റൈറ്റ് സൈഡ് ഇട്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചിലപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. എന്താണ് ഈ ബൊലറോ വണ്ടി ഗ്യാസ് കൊണ്ടുവന്ന വണ്ടി റൈറ്റ് സൈഡ് കിടക്കുന്നതെന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. KSRTC ബസ് കൊണ്ടുപോയി കഴിഞ്ഞു. അതായത് ഒരു പക്കാ വളവാണ്. നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആക്സിഡൻ്റൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഏതായാലും ഒരു കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഇപ്പോൾ KSRTC ബസ് ഫാസ്റ്റ് ബസ്സാണ്, വന്നത് വളരെ സ്പീഡിലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കിടന്ന ബസ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഗ്യാസ് കൊണ്ടുവന്ന അതിൻ്റെ ഡ്രൈവറിനും അതിലിരുന്ന കിളിക്ക് രണ്ടുപേർക്കും തല പൊട്ടിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാണ് ഈ 26-ാം തീയതി വൈകുന്നേരം മണി 3:56 നടന്ന ഒരു ആക്സിഡൻ്റാണ് ഇത്. ഗ്യാസ് കൊണ്ടുവന്ന പയ്യൻ്റെ ഡ്രൈവറിൻ്റെ തലയെ പൊട്ടിയത്. സ്റ്റീറിംഗ് കിട്ടാൻ മൂച്ചിനെ പൊട്ടിപ്പോടാ, ബാക്കിൽ നിന്നിട്ട് മണ്ടലെ ആ ഓട്ടോയ്ക്ക് അത്ര വരും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, സർക്കാർ നോക്കിക്കോളും. നിങ്ങളുടെ കേസൊക്കെ സർക്കാർ നോക്കിക്കോളും ഇല്ലേ? കാരണം ഇടിച്ചെറിപ്പിച്ച് നമുക്ക് പോവാം. പിന്നെ ഇൻഷുറൻസ് ഉള്ള വണ്ടിക്കും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സർക്കാരിന്. അല്ലാതെ വേറെ വണ്ടി ആയിരുന്നെങ്കിലേ അവൻ ജന്മം പാഴ്. വണ്ടി ഗ്യാസ് കട അവനെ ഞങ്ങളുടെ കുടുംബവും ബന്ധുക്കളൊന്നും ഇല്ല. ഞങ്ങളുടെ ആരുമല്ല. KSRTCയിലുള്ള ആൾക്കാരെല്ലാം ഇറങ്ങി ഇതാ വേറെ വണ്ടിയിൽ പോകുന്നുണ്ട്. ബസ്സിനെ കാണിച്ചു തരാം. പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. പോലീസുകാരൊക്കെ വന്ന് വളവ് പക്കാ വളവാണ്. ഇവിടെയൊക്കെ നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്സിഡൻ്റൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഇത് ഒരുപാട് ആക്സിഡൻ്റൊക്കെ നടക്കുന്ന ഒരു പ്ലേസാണ് ഇത്. വണ്ടി ഊരമ്പ് പൂവാർ വിഴിഞ്ഞം വണ്ടിയാണ്. ഇതാ വണ്ടിയുടെ നമ്പരെല്ലാം നോക്കിക്കൊള്ളണേ. പുറകിൽ കിടന്ന നമ്മുടെ ഗ്യാസ് കൊണ്ടുവന്ന ബൊലറോ വണ്ടിയുടെ പുറകിൽ കൊണ്ട് ഇടിച്ചു കൊടുത്തതാണ് KSRTCയുടെ അവസ്ഥ. ഗ്ലാസ് ഒന്നുമില്ല. ഇത് വണ്ടി റോങ് സൈഡല്ലേ ഈ വണ്ടി കിടക്കുന്നത്. വണ്ടി ഇടിച്ചത് അവിടെ വെച്ച് വണ്ടി ഇങ്ങോട്ട് കയറി ഒതുക്കിയിട്ടാണ്. അവിടെ വെച്ചാണ് ഇടിച്ചത്. ഗ്ലാസ് പൊട്ടി കിടക്കുന്നില്ല, അവിടെയാണ് വണ്ടി ഇടിച്ചത്. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് വളവല്ലേ? അവിടെ കൊണ്ട് ഗ്യാസിൻ്റെ വണ്ടി ചവിട്ടി നിർത്തിയിരുന്നു. വണ്ടി വന്നതാ, ഓടി വന്നതാ.